Morning. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay, good morning to all. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ ക്ലാസ്സില്? ഇവിടെ ഒരെടുത്തോ. നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫുൾ എടുത്തോ? ബേസിസ് എടുത്തോ? ബേസിസ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോ? Okay.
അതുകൊണ്ട് പറയാം ഫേസസ് ഓഫ് ഡിസാസ്റ്ററിന് 3 ഫേസ് ആണുള്ളത്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? റിസ്കുകളിൽ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള ആ റിസ്കുകളും പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്ന ഒരു ഫേസ് ആണ് എന്ത് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഫേസ് എന്താണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്നു. ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ പിന്നീട് ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന ഒരു സമയമാണ് എന്താ ഡിസാസ്റ്റർ ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ദ ഡിസാസ്റ്റർ അല്ലെ. ഓക്കെ, അതായത് പീരീഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ ഹാസ് റിട്ടേൺ. നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസ് ഫസ്റ്റ് വരുന്നത് പ്ലാനിങ്, preparation of return disaster manual, staff education and training. അടുത്തത് നോക്കാം planning. Most of the evaluation and planning is performed in the pre-disaster phase. The hospital plans are prepared. Planning എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു സമയത്ത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് നമ്മൾ ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം ഹോസ്പിറ്റൽ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണം നടത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ഓക്കെ, പ്ലാനിങ് മാത്രമല്ല നല്ല രീതിയിൽ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ആസൂത്രണം അവിടെ ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാനിങ്ങിന് ശേഷം പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്താണത്? റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്ന് പറയുന്നത് നോക്കാം. The hospital disaster plan has to be written down in a document form and copies of the same have to be available in all the areas of the hospitals. എന്താണ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ പ്ലാനുകളെല്ലാം തന്നെ ഒരു മാനുവൽ ആക്കി അല്ലെങ്കിൽ ഒരു പ്ലാൻ ആക്കി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സ് പോലെ എന്താണ് അത് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്, ഏതൊക്കെ സ്റ്റാഫുകൾ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും ടാസ്കുകളും കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കുകയും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലേക്കും എന്ത് ചെയ്യും? നമ്മളത് വിതരണം ചെയ്യും. ഓരോ കോപ്പീസ് വെച്ചിട്ട് നമ്മളത് വിതരണം ചെയ്യും. ദെൻ ഓരോ ഹോസ്പിറ്റലും ആ ഡിസാസ്റ്റർ മാനുവൽ അനുസരിച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനുവൽ എന്ന് പറയുന്നത്? ഡിസാസ്റ്റർ പ്ലാൻ തന്നെയാണ്. നേരത്തെ നമ്മൾ ഡിസൈഡ് ചെയ്ത പ്ലാൻ എല്ലാം തന്നെ എന്താണ്? ഒരു രേഖാമൂലം ഒരു ഡോക്യുമെന്റ്സ് ആക്കി നമ്മൾ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലേക്കും അത് എന്ത് ചെയ്യുന്നതിന് ഓരോ കോപ്പീസ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായോ? പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്താണ്? ഓക്കെ, ഡിസാസ്റ്റർ മാനുവൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ്സ് കൊടുക്കണം അല്ലെ. അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും പരിശീലനവും കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് കേട്ടോ. It is very necessary for the staff to know about and get trained in using the hospital disaster or emergency manual. Regular staff training by apt drills should be performed in the phase. ടീച്ചർ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ശബ്ദം ഇവിടുന്ന് വരുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴോ? ഇപ്പോഴുണ്ടോ? ഇല്ല. വേറെ സംസാരിക്കുന്നതല്ല, വേറെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഓരോ സ്റ്റുഡിയോസും ഓരോ ക്ലാസ്സുകളും. അപ്പൊ അവിടെ നിന്ന് ടീച്ചർ നല്ല ശബ്ദത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് കേൾക്കുന്നതാണ്.
ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്ന പ്ലാൻ പ്രകാരം എന്താണ് സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് ഡിസാസ്റ്റർ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആർട്ടിൽ ഷുഡ് ബി പെർഫോംഡ് ഇൻ ദ ഫേസ്. റെഗുലർ സ്റ്റാഫുകൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്സുകൾ അവിടെ പെർഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് വൺസ് ദ ഡിസാസ്റ്റർ പ്ലാൻ ഗെറ്റ് റെഡി, ദ നെക്സ്റ്റ് സ്റ്റേജ് വുഡ് ബി ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ് ആ പ്ലാനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റാഫിനും നമ്മൾ എന്ത് കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടെ എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുമോ, ഓരോ സ്റ്റാഫുകളും ചെയ്യേണ്ട റോളുകൾ എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസുകൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്ലാനിങ്ങിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫിനും എന്ത് കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പരിശീലനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, then most of the existing categories of health staff are needed to play a major role in disaster management. എക്സിസ്റ്റിംഗ് കാറ്റഗറീസിലുള്ള ഹെൽത്ത് സ്റ്റാഫുകൾ ഏറ്റവും മേജർ ആയിട്ടുള്ള റോൾ, അതായത് ഹൈ ക്വാളിറ്റി അല്ല മേജർ ടോപ്പ് ആയിട്ടുള്ള കീ റോൾസുകൾ ആയിരിക്കുള്ളൂ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതർ സ്റ്റാഫ് അല്ലാതെ എക്സിസ്റ്റിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും കാറ്റഗറീസിലുള്ളവര്. അവർക്ക് എന്താണ് മേജർ റോളുള്ള പരിശീലനങ്ങളായിരിക്കുള്ളൂ ഈ ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള പരിശീലനം ഒരിക്കലും അവർക്ക് കൊടുക്കുന്നുണ്ട്. All of them required to be ready for the necessary managerial and technical skill for the effective and systematic management of disaster. ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത്, അവർക്ക് സാധാരണ രീതിയിൽ ഒരു പരിശീലനം എല്ലാ രീതിയിലും മാനേജറിയൽ ആയിട്ടും അല്ലെങ്കിൽ ടെക്നിക്കലി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടിയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഡിസാസ്റ്ററിന് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അവർക്ക് കൂടുതലായിട്ടുള്ള രീതിയിൽ എഫക്റ്റീവ് ആയ ഒരു രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ ഒരു ദുരന്തത്തിൽ ഒരുപാട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഒരു ട്രെയിനിങ് അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് പല കേസസുള്ള പേഷ്യൻസുകൾ വരാം. അപ്പൊ അവരെയൊക്കെ ആപ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സ്കിൽഫുൾ ആയിട്ട് തന്നെ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ആ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം ട്രെയിനിങ്സും ആ ഒരു സമയത്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? Yes. All of them required to be ready for the necessary. Okay, അത് പറഞ്ഞില്ല. A hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. Okay, ഇപ്പൊ നമ്മള് ഇവർക്ക് എങ്ങനെയാണ് ഈ പരിശീലനം കൊടുക്കുന്നതെന്നാണ്. നമ്മള് ഈ റോൾസുകൾ എല്ലാവർക്കും വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാക്കാലെ നമുക്ക് എന്താണ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് പെർഫോം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് റിയൽ സിറ്റുവേഷനിൽ അവരെങ്ങനെ ആക്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുന്നു, നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് കൊടുക്കും. എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് എന്ന് പറയുന്നത്? ഒരു സാങ്കല്പികമായിട്ട് നമ്മള് എന്താ പറയാ ഡെമോൺസ്ട്രേഷൻ പോലെയൊക്കെ ഒരു റിയലിസ്റ്റിക് ആണ് എങ്കിൽ പോലും എന്താണ് റിയൽ സിറ്റുവേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു സാങ്കല്പികമായിട്ടൊരു എന്താണ് അവർക്കൊരു ഡ്രില്ല് കൊടുക്കും. അതെങ്ങനെ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും റിയൽ സിറ്റുവേഷൻ പോലെ കൊടുത്തിട്ട് എന്താണ് അവർ ആ പറഞ്ഞിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ആ സമയത്തൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും, ആ എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രില്ല് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരെ ഇവിടെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യേണ്ടത്? റിയലിസ്റ്റിക് ആയിട്ടും അതേപോലെ നല്ല രീതിയിലായിരിക്കണം, റിയലിസ്റ്റിക് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടായിരിക്കണം ഈ ഒരു സിറ്റുവേഷനിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽസുകള് ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു മോക്ക് ഡ്രില്ല് കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? To assess the emergency preparedness plan of the organization and scrutinize standard operating procedures so that concerned persons could perform their duties in an effective manner while keeping in recognize of life and property. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാഫുകൾക്ക് ഇതേപോലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്?
ഇത്തരം ഒരു സിറ്റുവേഷൻസിൽ വളരെ സൂക്ഷ്മമായിട്ട് ആ പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്യുന്നതിനും എഫക്റ്റീവായിട്ട് ലൈഫിനും പ്രോപ്പർട്ടിക്കും യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതെ ആ ഒരു സിറ്റുവേഷനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫുകൾക്കും പ്രത്യേകമായിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുന്ന നമ്മളിപ്പോ മിലിറ്ററിയിലൊക്കെ കണ്ടിട്ടില്ല, അവരെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യാൻ, യുദ്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടുന്നു വിചാരിച്ച് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും, ഒരു ഡ്രിൽ സെക്ഷൻ. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ ദുരന്തം ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു യുദ്ധം ഉണ്ടായി വാറുണ്ടായി കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ അവർക്ക് നേരിടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രിപ്പയർഡ് ആവുന്നത്. ഓക്കെ, അത് റിയൽ ആയിട്ട് തന്നെ അവരോട് പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല. അതേ സെയിം തന്നെയാണ് എന്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സിൽ നമ്മള് സ്റ്റാഫുകൾക്ക് അതിന് മുൻപായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയലിസ്റ്റിക് സിറ്റുവേഷൻ കൊടുത്തിട്ട് ട്രെയിനിങ്സുകൾ കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയത് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ? ഓക്കെ, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഫേസ് ആണ്? ഏത് ഫേസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ഫേസ് ആണ്? വെരി ഗുഡ്, പ്രീ ഡിസാസ്റ്റർ. ഇങ്ങനെ പഠിക്കുന്നുണ്ടാകാം. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഫസ്റ്റ് എന്താണ്? പ്ലാനിങ്, പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ, സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. നമ്മളിപ്പോ പറഞ്ഞില്ല, ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ പല കണ്ടീഷനുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലെ? ഒരേ കണ്ടീഷനുള്ള പേഷ്യൻസ് അല്ല, പല പല കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ്. അപ്പൊ പല പേഷ്യൻസ്, അത് പ്രത്യേകിച്ച് ഏതൊക്കെ രീതിയിലുള്ള പേഷ്യൻസ് ആയിരിക്കും ഇത് വരുന്നതെന്നാണ്. അപ്പൊ അവർക്ക് ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ സ്റ്റാഫുകൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവും. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് അവർ പ്രിപ്പയർഡ് ആവേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം falling debris. Effective personal protection from falling debris.
നമുക്കിപ്പോ ചിലപ്പോൾ എർത്ത് കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചാലാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് എന്തെങ്കിലും ശരീരത്തിലേക്ക് കെട്ടിടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബിൽഡിങ്സ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴുന്ന ആൾക്കാരുണ്ടാവില്ല. അതായത് കഠിനമായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ശരീരത്തിലേക്ക് വീണത്, ഫോളിംഗ് ഡിബ്രിസ് എന്ന് പറയുന്നത് എന്താണ്, വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് പരിക്കേറ്റ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം, മനസ്സിലായോ? അതായത് എർത്ത് കേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സിൽ നിന്നുള്ള ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അങ്ങനെ അത്തരം ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെയാണ് ആ പേഴ്സണൽ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു? ആർക്കാണ് ട്രെയിനിങ്സ് കൊടുക്കുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് പ്രത്യേകമായി ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള പേഷ്യൻസ് വരികയാണെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഓക്കെ, മനസ്സിലായ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ്? യെസ്. അടുത്തത് ഏതൊക്കെ രീതിയിലുള്ള പരിശീലനമാണെന്ന് നോക്കിയേ. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുണ്ടഡ്. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുണ്ടഡ്. പരിക്കേറ്റ് വരുന്ന പേഷ്യൻസിന് ഉടൻ തന്നെ പരിരക്ഷ കൊടുക്കുക, അല്ലെ? ഇപ്പൊ പരിക്കേറ്റ് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ നമ്മൾ കെയർ കൊടുക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുന്നു. അപ്പൊ ഓരോരോ കാറ്റഗറീസ് ആണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ എന്താണ്, വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും എന്തെങ്കിലും അപകടം സംഭവിച്ച പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇവിടെ എന്താണ് പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ പരിക്കേറ്റവർ ഉടൻ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിരക്ഷാ മാർഗങ്ങൾ അവർക്ക് എങ്ങനെ കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെന്താണ് ട്രയേജ് ഓഫ് ദ വുണ്ടഡ്. ട്രയേജ് ഓഫ് ദ വുണ്ടഡ് എന്താണ് ട്രയേജ് ഓഫ് ദ വുണ്ടഡ് എന്ന് പറയുന്നത്? തരം തിരിച്ച് പരിക്കേറ്റവരെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ട് എങ്ങനെ അവർക്ക് ചികിത്സ കൊടുക്കാം, ആ രീതിയിൽ നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രത്യേക ട്രെയിനിങ്സ് കൊടുക്കുന്നു. ഈ ഒരു ട്രയേജ് സെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ പരിശീലനം ഓരോ സ്റ്റാഫിനും വേണ്ടത്. കാരണം നമുക്കറിയാലോ, ട്രയേജ് എന്ന് പറയുന്നത് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് നമ്മൾ അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് വ്യക്തമായ രീതിയിലുള്ള ട്രെയിനിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അവര് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവണം ആ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, അതായത് പരിക്കേറ്റവരുടെ ഉടനെയുള്ള സഡൻ ആയിട്ടുള്ള ചികിത്സയാണ് ട്രയേജ് ഓഫ് ദ വുണ്ടഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റീസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജേർഡ് വിക്ടിംസ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻജേർഡ് ആയിട്ടുള്ള വിക്ടിംസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള റീസസിറ്റേഷൻ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷകള്, പുനരുജ്ജീവനം പോലുള്ള, അതായത് ആ പരിക്കേറ്റവർക്ക് ഉത്തേജനവും പ്രാഥമിക ശുശ്രൂഷയും കൊടുക്കാനായിട്ടുള്ള പ്രാക്ടീസസ് നമുക്ക് ആർക്ക് കൊടുക്കുക? ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, resuscitation and first aid for injured victims. പിന്നെ ഏതാണ് repositioning of relief supplies, surgical equipment, essential medicines and blankets. Repositioning of relief supplies. എന്താണ് relief supplies എന്ന് പറയുന്നത്? ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് സർജിക്കൽ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, എസെൻഷ്യൽ മെഡിസിൻസ് ആവശ്യമാണ്, ബ്ലാങ്കറ്റ്സ്. ഇപ്പൊ ബ്ലഡ് ഒക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് മൊത്തം ഡ്രസ്സൊക്കെ നനഞ്ഞ അല്ലെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷൻസിലാണ് വരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് എന്താണ് ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അവൈലബിൾ ആക്കണം. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസ് എങ്ങനെ സപ്ലൈ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? റിലീഫ് സപ്ലൈസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർജിക്കൽ എക്യുപ്മെന്റ്സുകള്, മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സ്, അതൊക്കെയാണ് റിലീഫ് ആയിട്ടുള്ള സപ്ലൈസ് എന്ന് പറയുന്നത് കേട്ടോ. ദുരിതാശ്വാസ സാമഗ്രികള് എങ്ങനെ വിതരണം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്, താൽക്കാലികമായിട്ടുള്ള ജലവിതരണം സ്ഥാപിക്കണം, അല്ലെ? ഓക്കെ, വാട്ടർ സപ്ലൈസസ് ആവശ്യമാണ്, അല്ലെ? നമ്മൾ പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ എന്താണ് വാട്ടർ സപ്ലൈസസ് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിലും അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടും സ്റ്റാഫുകൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. ഇനി എന്താണ് പറയുന്നത്? ഇത് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളെയുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. എന്താണ്
വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എന്താണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട റിലീഫ് ആക്ടിവിറ്റീസിലെ റെസ്പോൺസിബിലിറ്റീസ് ഓരോ സ്റ്റാഫിനും വീതിച്ചു കൊടുക്കുക. ഓക്കെ, അവിടെയൊക്കെ എന്താണ് അവര് റിലീഫ് പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിൽ നല്ല രീതിയിൽ ഓരോ സ്റ്റാഫുകളും പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ഒരു ടെക്നിക്കൽ എറർ വന്നുകൊണ്ടാണ് കേട്ടോ ക്ലാസ് കട്ടായത്. കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാമോ? നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത് അല്ലെ? ഓക്കെ, ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? സംശയം ഉണ്ടെന്തെങ്കിലും? Next one, pre-disaster planning. Pre-disaster planning. Formation of Hospital Disaster Management Committee. അപ്പൊ ഈ ഡിസാസ്റ്റർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതിൽ ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കും അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കുക. അപ്പൊ അതിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഇൻക്ലൂഡ് the hospital administration, members from the hospital management board, chief or heads of various clinical departments, chiefs or heads of various ancillary departments, chief nursing superintendent or matron, finance department, the stores and supply department, hospital engineering department, public relation and liaison office, chief of security of the hospital, the sanitation department, hospital kitchen or dietary services, the social welfare department, then hospital unions. അപ്പോൾ ഈ 14 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ എത്ര പേരുണ്ട്? 14 വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലെ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ 14 പേരുകളൊന്നും നോക്കി വെച്ചാൽ മതി കേട്ടോ. ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, നോക്കി വെക്കാം.
ഓക്കെ, എളുപ്പമല്ലേ അത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ പേരുകളൊന്ന് നോക്കി വെക്കാം. വീണ്ടും അത് പറയുന്നില്ല കേട്ടോ. ഓക്കെ, then initiation of central command system, command structure, incident command system. The incident command system is a standardized approach to the command, control and coordination of emergency response, providing common hierarchy within which responders from multiple agencies can be effective. ഇത് നമ്മൾ പഠിക്കുന്നത് ICS-നെ കുറിച്ചാണ്. എന്താണ് ICS എന്ന് പറയുന്നത്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇതൊരു സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ ആണ് എന്ത്? ICS എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് ICS എന്താണ്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഓക്കെ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കാം. It's a standardized approach to the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. എന്താണ് ICS എന്ന് പറയുന്നത്? നമുക്ക് അടിയന്തരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമാൻഡ് ഘടനയാണ്, അല്ലെങ്കിൽ കമാൻഡ് സ്ട്രക്ചർ ആണെന്ന് ICS എന്ന് പറയുന്നത്. എമർജൻസി സിറ്റുവേഷൻസിൽ അതിനെങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ കമാൻഡ് ചെയ്യണം, എങ്ങനെ അത് നിയന്ത്രിക്കണം, എങ്ങനെ അതിനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു അടിയന്തര ഘടനയാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡ് സ്ട്രക്ചർ ആണ് ഇത് ICS എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒറ്റ ഏജൻസി അല്ല, മറ്റ് മൾട്ടിപ്പിൾ ഏജൻസീസുമായിട്ട്, അതായത് ഹോസ്പിറ്റലിൽ മറ്റ് ഏജൻസീസുമായിട്ട് എന്താണ് ഒരുമിച്ചാണ്, മറ്റ് ഏജൻസികളുടെ എല്ലാ സഹകരണത്തോടും കൂടി തന്നെയാണ് ഇത് എഫക്റ്റീവായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച് ആണ് എന്ത്? ICS എന്ന് പറയുന്നത്. എഴുതിയെടുക്കണോ എന്താണത്? സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കണോ? വേണ്ട, നോട്ട് ചെയ്താൽ മതി കേട്ടോ. ലെക്ചർ നോട്ട് ആണെങ്കിലും ചെയ്താൽ മതി. അതായത് അടിയന്തരമായിട്ടുള്ള എമർജൻസി റെസ്പോൺസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്? കമാൻഡ് സിസ്റ്റം, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അഥവാ ICS എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. ഓക്കെ, മനസ്സിലായോ എന്താണ് ICS എന്ന്? എമർജൻസി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ മറ്റ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിനെങ്ങനെ നമ്മൾ അതിനെന്തൊക്കെ കമാൻഡ് കൊടുക്കണം, എങ്ങനെ അതിനെ നിയന്ത്രിക്കണം, എങ്ങനെ അതിനെ ഏകോപിപ്പിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രേണി രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ICS എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച്. ഓക്കെ, ക്ലിയർ ആണോ ICS? Okay. PDF കാണുന്നുണ്ടോ? ഇനി ഇപ്പൊ നമ്മൾ ICS എന്താന്ന് പഠിച്ചു. ഇനി HICS എന്ന് പറയുന്നത് എന്തായിരിക്കും? HICS, ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ? H എന്തിനാണ് സൂചിപ്പിക്കുന്നത്? H ഫോർ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അറിയാത്തവർ എഴുതി വെച്ചോളൂ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷൻസോ ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ്, എന്തായാലും സ്ട്രക്ചർ ആണ് ICS.
ഇവിടെ എന്താണ് HICS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ എന്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും HICS? is an incident management system based on principle of the incident command system. ഈ HICS പ്രവർത്തിക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? നമ്മൾ നേരത്തെ പഠിച്ച ICSന്റെ പ്രിൻസിപ്പിൾസ്, ICSന്റെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എമർജൻസി സിറ്റുവേഷൻസിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, which assist hospital and healthcare organization in improving their emergency management plan, response and recovery capabilities for unplanned and planned events. Okay, so HICS എന്ന് പറഞ്ഞാൽ എന്താണ്? Designed for hospital health and health organization വേണ്ടിയിട്ട് ഡിസൈഡ്, അതായത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് അതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതിനെങ്ങനെ പ്ലാൻ ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം, അതിൽ എങ്ങനെ റിക്കവറി ചെയ്യണം. പ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാവും, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, ഹോസ്പിറ്റൽ എങ്ങനെ പ്രതികരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമാൻഡ് സിസ്റ്റം കൂടിയാണ് എന്ത് HICS എന്ന് പറയുന്നത്. HICS ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ICSന്റെ അതേ പ്രിൻസിപ്പിൾ പ്രകാരം തന്നെയാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റവും പ്രവർത്തിക്കുന്നത്. കേട്ടോ, മനസ്സിലായോ? ഇല്ലെങ്കിൽ ചോദിക്കട്ടോ. HICS സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഇൻസിഡൻസുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് HICS പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേട്ടോ, ആ ഒരു സിസ്റ്റം നമ്മള് ICSന്റെ കമാൻഡ് അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ICSും HICSും നിർബന്ധമായിട്ട് പഠിക്കണം. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണ്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്, അവരുടെ ഓരോരുത്തരുടെ പേരുകളും അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. കേട്ടോ, ഇതെല്ലാം പ്രീ ഡിസാസ്റ്റർ ഫേസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഇൻസിഡന്റ് കമാൻഡർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, ലൈസൺ ഓഫീസർ, പ്ലാനിംഗ് ചീഫ്, ഓപ്പറേഷൻ ചീഫ്, ലോജിസ്റ്റിക് ചീഫ്, ഫിനാൻസ് ഓഫീസർ. ഇത്രയും പേരാണ് എന്തിലുണ്ടായിരിക്കുക? ഇൻസിഡന്റ് കമാൻഡ് സ്റ്റാഫുകളായിട്ട് പരിഗണിക്കുന്നത്. കേട്ടോ, അതിൽ ആദ്യം വരുന്ന ഇൻസിഡന്റ് സ്റ്റാഫ് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഫസ്റ്റ് സ്റ്റാഫ് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? മാനേജ് all aspects of the hospital participation in operating the disaster operation. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുമ്പോൾ ആരായിട്ടാണ് വരുന്നത്? ഡിസാസ്റ്റർ ഓപ്പറേറ്റിംഗിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്ന പ്രധാന വ്യക്തിയാണ് ആര്? ഇൻസിഡന്റ് കമാൻഡർ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശപ്രകാരമാണ്. കേട്ടോ, അപ്പൊ എല്ലാ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്ന പ്രധാന വ്യക്തിയാണ് ആര്? ഇൻസിഡന്റ് കമാൻഡർ. ഓക്കെ, ക്ലിയർ? അടുത്ത സ്റ്റാഫ് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ, അല്ലെ? PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. Circulation of all the information and medical or otherwise. Circulation of all the information, medical or otherwise. അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ എല്ലാ ഇൻഫോർമേഷൻസും, മെഡിക്കലും മറ്റുള്ള എല്ലാ ഇൻഫോർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്കുള്ളത്. ഓക്കെ, എല്ലാത്തരം വിവരങ്ങളുടെയും സർക്കുലേഷൻ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. കേട്ടോ, ഓക്കെ. ഇനി ഇപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടി എന്തായിരിക്കും? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം പാലിക്കുക, അല്ലെ?
മാത്രമല്ല ഏതൊക്കെയിടങ്ങളിലാണ് ഓരോ സെക്യൂരിറ്റി സ്റ്റാഫുകളെ ഡിപ്ലോയ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയമിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അവരെ നിയമിക്കുക എന്നുള്ളതുമാണ് എന്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസറിന്റെ ഡ്യൂട്ടി. Operating and alerting all the security staff within the hospital and deploying them. ഹോസ്പിറ്റലിനകത്ത് എല്ലാത്തരം സ്റ്റാഫുകൾ ഹോസ്പിറ്റലിലെ എന്താണ് ആശുപത്രിയിലെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമുണ്ടെങ്കിൽ ഏതൊക്കെയും മേഖലകളിൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതും ആര് തന്നെയായിരിക്കുള്ളൂ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കണം അത്തരം സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇനി ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിയില്ല. അടുത്ത ഇൻസിഡന്റ് സ്റ്റാഫ് ആണ് ആര്? ലൈസൺ ഓഫീസർ. ആരാണ് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? മധ്യസ്ഥ വഹിക്കുന്ന ഒരാള് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് അഞ്ജന പുതിയ സ്റ്റുഡന്റ് ആണോ? ക്ലാസ്സിലുള്ള ആളാണോ അഞ്ജന? കണ്ടിട്ടില്ലല്ലോ, പേര് ഉള്ളതാണ്. കേറാറില്ലല്ലോ ക്ലാസ്സില് ഇതിനെ? ഓക്കെ. Collaborate with other agencies to the victim of NCI disaster, providing rescue and relief. Okay. The liaison officer എന്ന് പറയുന്നത് ഈ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസില് അല്ലെങ്കിൽ എന്താ പറയാ അതിൽ വിക്ടിംസ് ആയ എല്ലാവരും അല്ലെ, അതായത് വിക്ടിംസ് ദുരിതാശ്വാസ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ എന്താണ് ഇരയായവർക്ക് എന്താണ് എല്ലാത്തരം സേവനങ്ങളും അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തരം കൊളാബറേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാത്തരം റെസ്ക്യൂ റിലീഫ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ആരുടേത്? ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ചെയ്യപ്പെടുന്നത്. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? 2 or more ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏജൻസീസ്. അതായത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് പലതരം ഫണ്ട്സുകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ പറയാ കുറെ സ്പോൺസർഷിപ്പുകളൊക്കെ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് കുറെ പേര് സ്പോൺസർ ചെയ്യും പല കാര്യങ്ങളും. അപ്പൊ അവർക്കൊക്കെ ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ മീഡിയക്കൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ പകർന്നു കൊടുക്കുന്നതും ആരായിരിക്കും? ലൈസൺ ഓഫീസർ ആണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് അല്ലെങ്കിൽ ഈ സ്പോൺസറുമായി ചാരിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സമയത്ത് അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള ഹെൽപ്പുകൾ ഹോസ്പിറ്റലിൽ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതും അതിന്റെ ഫെസിലിറ്റേറ്റിംഗ് ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൊളാബറേറ്റ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? ലൈസൺ ഓഫീസർക്കാണ്. ശരിക്കും പറഞ്ഞാല് ഡിസാസ്റ്റർ സിറ്റുവേഷൻസും പുറത്തുള്ള വ്യക്തികളുമായിട്ടൊരു ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഒരു ജോലിയാണ് ഡ്യൂട്ടിയാണ് ലൈസൺ ഓഫീസർ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല എല്ലാ ആക്ടിവിറ്റീസും പുറത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നതും ലൈസൺ ഓഫീസർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അദ്ദേഹം പ്രധാനമായി മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് എന്താണ്? ഈ രക്ഷാപ്രവർത്തനത്തില് വിക്ടിംസ് ആയിട്ട് എല്ലാവരെയും കൂടി എന്താണ് അവർക്ക് വേണ്ട ആശ്വാസ പ്രവർത്തനങ്ങൾ കൂടി ലൈസൺ ഓഫീസർ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് പ്ലാനിംഗ് ചീഫ് ആണ്. പ്ലാനിംഗ് ചീഫ് റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ്. റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിംഗ്. പ്ലാനിംഗ് ചീഫിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ പവർ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് പഠിച്ചോ നിങ്ങള്? ഹ്യൂമൻ റിസോഴ്സ് ചാപ്റ്റേഴ്സ് പഠിച്ചല്ലേ? ഇൻഷുറൻസ് എടുത്തല്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ. അപ്പൊ മാൻ പവർ എന്താണെന്ന് അറിയാം അല്ലെ? അപ്പൊ പ്ലാനിംഗ് ചീഫിന്റെ ഡ്യൂട്ടി എന്താണ്? ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര സ്റ്റാഫുകൾ നമ്മൾ നിയമിക്കണം അല്ലെ, എംപ്ലോയീസിനെ ഏതൊക്കെ രീതിയിൽ നിയമിക്കണം എന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് പ്ലാനിംഗ് ചീഫാണ് കേട്ടോ. അടുത്തത് ഓപ്പറേഷൻ ചീഫ്. ഓപ്പറേഷൻസ് ചീഫ് കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. ഓപ്പറേഷൻ ചീഫിന്റെ ഫംഗ്ഷൻ എന്താണ്? പേഷ്യന്റ് കെയറിന്റെ കംപ്ലീറ്റ് ഇൻചാർജും വഹിക്കുന്നത് ഓപ്പറേഷൻ ചീഫ്സ് ആണ് കേട്ടോ. പേഷ്യന്റ് കെയറിന്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഇൻചാർജ് വഹിക്കുന്നത്
പ്ലാനിംഗ് ചീഫ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ലോജിസ്റ്റിക് ചീഫ്. ലോജിസ്റ്റിക് ചീഫ് എന്ന് പറയുമ്പോൾ ആരാണ്? ഇൻചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ എല്ലാ സപ്പോർട്ടിംഗ് സർവീസസിന്റെ ഇൻചാർജ് വഹിക്കുന്നത് ലോജിസ്റ്റിക്സ് ചീഫ് ആണ്. സപ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസസ്? ഏതൊക്കെയാണ് സപ്പോർട്ട് സർവീസസ് ഹോസ്പിറ്റലിന്റെ? ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് ഏതൊക്കെയാണ് പറഞ്ഞേ? പറഞ്ഞൂടെ? ഓക്കെ, ഇത് മാത്രമാണോ? ഹൗസ് കീപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണോ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ഫിനാൻസ്, അല്ല സപ്പോർട്ടിംഗ് സർവീസസ്, ഫാർമസി, യെസ്. പിന്നെ എന്തൊക്കെയാണ്? ബ്ലഡ് ബാങ്ക് മുതലായവ. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഇൻചാർജ് വഹിക്കുന്നതിന് ഡ്യൂട്ടി ആർക്കാണ്? ലോജിസ്റ്റിക്സ് ചീഫിനാണുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് ഫിനാൻസ് ഓഫീസർ ആണ്. ആരാണ്? ഇറ്റ്സ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് ആൻഡ് ക്ലിയർ ദ വേ ഫോർ എമർജൻസി പർച്ചേസസ്. അപ്പൊ ഫിനാൻസ് ഓഫീസർ ആണ് എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല എമർജൻസി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും ആരാണ്? ഫിനാൻസ് ഓഫീസർ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ട് കേട്ടോ. പോലീസ് എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആൻസർ എന്താണ്? ഫിനാൻസ് ഓഫീസർ ആണ് കേട്ടോ. അപ്പോ ഈ കംപ്ലീറ്റ് ഫങ്ഷൻസ് ഓരോരുത്തരുടെ പേര് നിങ്ങൾ പഠിക്കണം. ഓരോന്നും ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫിനാൻസ് ഓഫീസറെയാണ് കേട്ടോ. ഓക്കെ, എന്നിരുന്നാലും എന്താണ് 8 പൊസിഷൻസ് നിങ്ങൾ പഠിക്കണം. അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് കൂടി പഠിക്കണം, പേരുകളും പഠിക്കണം കേട്ടോ. ഒന്നുകൂടി നോക്കാം. ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത് ആരാണ്? ഇൻസിഡന്റ് സ്റ്റാഫില് ഹയസ്റ്റ് പൊസിഷൻ ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ കേട്ടോ. ഇൻസിഡന്റ് കമാൻഡർ ആണ് ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത്. അദ്ദേഹമാണ് ഡിസാസ്റ്ററിന്റെ എല്ലാ ആസ്പെക്ട്സുകളും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? എല്ലാ ഇൻഫർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുക. മെഡിക്കൽ ആണെങ്കിലും മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്നതാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഹോസ്പിറ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ. ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് മാസ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ദുരന്താശ്വാസ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഒരു പ്രവർത്തനമാണ്, കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ലൈസൺ ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. പ്ലാനിംഗ് ചീഫാണ് മാൻ പവർ പ്ലാനിങ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. ദെൻ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിന്റെ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? ഓപ്പറേഷൻ ചീഫാണ്. ലോജിസ്റ്റിക് ചീഫിന്റെ ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ സപ്പോർട്ടിംഗ് സർവീസസിന്റെ ഇൻചാർജിന്റെ ഡ്യൂട്ടി ലോജിസ്റ്റിക് ചീഫിനാണ്. ദെൻ എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നതും എമർജൻസി പർച്ചേസസ് യാതൊരു തടസ്സങ്ങളില്ലാതെ നടത്തുന്നതും ആരാണ്? ഫിനാൻസ് ഓഫീസറാണ്. ഓക്കെ, ക്ലിയർ ആണോ? പഠിക്കണം കേട്ടോ, 8 പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. ഇപ്പോൾ ഓരോ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് എന്താണ് പലതരത്തിലുള്ള ജോബ് കാർഡ്സുകൾ തയ്യാറാക്കും. അപ്പൊ അതിന്റെ പ്രത്യേകതകളും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട് ICS. നമ്മൾ ICSൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രകാരം ഏതൊക്കെ പൊസിഷനാണ് ഓരോ സ്റ്റാഫുകളുടെ ഈച്ച് പൊസിഷൻ ഏതൊക്കെയാണ് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓരോ ജോബ് കാർഡ്സ്. പിന്നെന്താണ് ഇതെങ്ങനെയുള്ള ഒരു കാർഡ്സ് ആയിരിക്കുള്ളൂ? കോംപ്രഹെൻസീവ് ആയിരിക്കും, നമുക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അതേപോലെ തന്നെ എന്താണ് അതിൽ എന്തൊക്കെ കാര്യം ഡിസാസ്റ്റർ മാനുവലിന്റെ ചെറിയൊരു പതിപ്പ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കളർ കോഡഡ് ആയിരിക്കും, ലാമിനേറ്റഡ് ആയിരിക്കും. ലാമിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്
അങ്ങനെ കീഴിൽ പോകുക, അങ്ങനെയൊന്നും ചെയ്താൽ നമുക്ക് സേഫ് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്താ ജോബ് കാർഡുകൾ ഓരോ ദുരന്തവുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റാഫുകൾക്കും കൊടുക്കുന്നതാണ് എന്താ ജോബ് കാർഡ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ in all areas related with the emergency management plan. In all areas related with the emergency management. അപ്പോൾ ഈ ജോബ് കാർഡ്സിൽ എന്താണ് എല്ലാ ഏരിയാസിലുള്ള എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി ആ ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്. കീ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആരാണ്? കീ ഇൻഡിവിജ്വൽസ് ജോബ് കാർഡ്സിൽ കീ ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതായത് പ്രധാന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ നോർമൽ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന പോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അവരുടെ ജോബ് കാർഡ്സിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും? മറ്റ് വേറെ രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കുള്ളൂ കീ ഇൻഡിവിജ്വൽസിന്റെ ചെക്ക് ലിസ്റ്റിലെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എത്തിലുണ്ടായിരിക്കും ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. Information needed for the individuals. അതായത് ഓരോ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എല്ലാ സ്റ്റാഫുകൾക്കും ഒരേ കളർ കോഡ് ആയിരിക്കുമോ ഉണ്ടായിരിക്കുക? എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്കും ഒരേ കളർ കോഡ് ആയിരിക്കുമോ? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡുകൾ ആയിരിക്കുള്ളൂ ഓരോ സ്റ്റാഫുകൾക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ജോബ് കാർഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമയത്ത് സ്റ്റാഫുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോബ് കാർഡ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ICSന്റെ ആ ഒരു ചാർട്ട് പ്രകാരമുള്ള രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുക. കളർ കോഡഡ് ആയിരിക്കും. എല്ലാ എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. കീ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ വ്യക്തികൾക്ക് ആവശ്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ സ്റ്റാഫുകൾക്ക് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്ക് പല രീതിയിലുള്ള കളർ കോഡ് എഴുതിയിട്ടുള്ള കാർഡുകളായിരിക്കും വിതരണം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫെമിന എല്ലാ ക്ലാസ്സിലും കയറാറുണ്ടോ? ഫെമിന ഷെറീഫ് ഉണ്ട്. എല്ലാം ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. റെക്കോർഡ് ആണോ ലൈവ് കാണാനാണോ നല്ലത്? ലൈവ് ആണല്ലേ. റെക്കോർഡ് കാണുന്നവർക്ക് അറിയാൻ ബുദ്ധിമുട്ട്. ഇത് കംപ്ലീറ്റ് ഇരുന്ന് കണ്ടോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഏതൊക്കെയാണ് എടുത്തതെന്ന് ഒരു കറക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ടാവില്ല. അത് പാടാണല്ലോ. എത്ര ക്ലാസ്സുകൾ കാണുമ്പോൾ ഒരുമിച്ചിരുന്ന്. ലൈവ് ആവുമ്പോ ക്ലാസ് ആ സമയത്ത് അറ്റൻഡ് ചെയ്താൽ മതി അല്ലെ? കുറെ എടുത്ത് വന്നാ നീ ജസ്റ്റ് ഇതൊന്ന് പറയുന്നുള്ളൂ കേട്ടോ, എടുക്കുന്നില്ല. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടില്ലേ ഡിസാസ്റ്ററിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട്? അത് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ആ തയ്യാറാക്കിയ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? അതായത് ഡിസാസ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ഏതൊക്കെ ഹോസ്പിറ്റൽ ഏരിയാസിൽ നമ്മുടെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഏരിയാസിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്താണ്? കമാൻഡ് സെന്റർ. നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പേരുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, സെക്യൂരിറ്റി ഓഫീസ്, റിസപ്ഷൻ ഏരിയ, ട്രയേജ് ഏരിയ, decontamination area, minor treatment area, acute care area, definite care areas, intensive treatment area, mortuary, holding area, area for holding area briefings, area for keeping patients in case a part of the hospital is evacuated. Okay, we plan activate ചെയ്യേണ്ടത് 14,
13 ഏരിയാസ് ഉണ്ട്. പ്രധാനപ്പെട്ട 13 ഏരിയാസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഏരിയ ഏതാണ്? കമാൻഡ് സെന്റർ ആണ്. എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്നാണ് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ കമാൻഡ് സെന്ററിലാണ് ഫസ്റ്റ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. വിവിധ തരത്തിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. പേജിംഗ്, ഹോട്ട് ലൈൻ, ടെലിഫോൺ എക്സ്ചേഞ്ച്. പേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? പേജിംഗ് കേട്ടിട്ടുണ്ടോ? പേജിംഗ് അത് റിപ്പോർട്ട് ഏരിയ ആണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അത് പേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, പേജിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് യൂസ്ഡ് ടു ലൊക്കേറ്റ് സമ്മൺ ഇൻ എ ഹോസ്പിറ്റൽ. നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, കാണാതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ആളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊക്കെ വിളിച്ചു പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ പല സിറ്റുവേഷൻസിലും? ആരെങ്കിലും കാണാതാവുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പേജിംഗ് സംവിധാനങ്ങൾ നടത്തുന്നത്. എല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഹോട്ട് ലൈൻ ഏരിയ. എന്താണ് ഹോട്ട് ലൈൻ ഏരിയ എന്ന് പറയുന്നത്? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഏരിയാസ് ആണ് ഹോട്ട് ലൈൻ ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് എന്ത്? ഈ സപ്പോർട്ടിംഗ് ഏരിയാസ് ആണ് ഹോട്ട് ലൈൻ ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, വിവിധ തരത്തിലുള്ള എന്താണ് ഫോൺ കോൾസുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച്. അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ, ഇത്തരം ഭാഗങ്ങളിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും നമ്മൾ എന്ത് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം? ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി ഓർ പോലീസ് പിക്കറ്റ്, സെക്യൂരിറ്റി ഓഫീസർ പോലീസ് പിക്കറ്റ്സ്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് ഹോസ്പിറ്റലിൽ പ്രത്യേകമായിട്ടുള്ള പോലീസിന്റെ സന്നാഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? കണ്ടിട്ടില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് നമുക്ക് ടെന്റ് ഒക്കെ കെട്ടിയിട്ട് അവരെ ചിലപ്പോ അവിടെ എന്താണ് ലൊക്കേറ്റ് ചെയ്യും. ടെന്റ് ഒക്കെ കെട്ടി പോലീസുകാർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള്? പോലീസ് പിക്കറ്റ്സുകള് സുരക്ഷയുടെ ഭാഗമായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ. ഓക്കെ, റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയാസിലും എന്താണ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാന ഏരിയാസ് ആണ് കേട്ടോ. അപ്പൊ 4 പറഞ്ഞിട്ടുള്ളൂ, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നോക്കി അടുത്ത ക്ലാസ് നിങ്ങളിപ്പോ ICH-ഉം HICS-ഉം ഇൻസിഡന്റ് കമാൻഡിന്റെ ഫങ്ഷൻസും പേരുകളും പഠിക്കണം കേട്ടോ. ഒരു പരീക്ഷ കഴിഞ്ഞപ്പോ മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാം വരുന്നതെന്ന്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട്? ഈസി ആണ് അല്ലെ? പഠിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി കേട്ടോ. ഓക്കെ.